NSS കരയോഗം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ 80 വയസ്സുകാരനെ മർദ്ദിച്ചതിൽ TG നന്ദകുമാറിനെതിരെ കേസ്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. നിതിൻ സേവർ വിവരണവുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇതെന്താണ് സംഭവം? അജിംസു, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. നേരത്തെ തന്നെ ഈ വെണ്ണല NSS കരയോഗവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ പരാതിക്കാരനായ മർദ്ദനമേറ്റ KP ഭരതപ്പണിക്കർ ദീർഘകാലമായി കരയോഗത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കാൻ ദല്ലാൽ നന്ദകുമാർ ഇദ്ദേഹത്തിനെതിരെ കോടതിയിൽ ഇയാളെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇയാൾക്ക് മത്സരിക്കാനുള്ള അനുമതി കോടതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇയാൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് കമ്മിറ്റി നടന്നതിനിടയിൽ മറ്റൊരു കമ്മിറ്റി അംഗമായ ദല്ലാൽ നന്ദകുമാറും ഒപ്പം മുരളീധരൻ അടക്കമുള്ള മറ്റൊരു പ്രതി, കേസിൽ ഇപ്പോൾ മറ്റൊരു പ്രതിയായിരിക്കുന്ന മുരളീധരൻ അടക്കമുള്ളവർ ഈ യോഗത്തിലേക്ക് എത്തുകയും യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ഇയാളെയും മകനായ കിഷോറിനെയും മർദ്ദിച്ചു എന്നാണ് പരാതി. KP ഭരതകുമാർ കഴിഞ്ഞ ദിവസം രാത്രി ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നു. അദ്ദേഹത്തിന്റെ പരാതിയിലാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ അടക്കം 3 പേർക്കെതിരെ പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത്. അജിംസ്.